കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരിക്കടിമപ്പെട്ട് മാതാവിനെ ആക്രമിച്ച മകൻ പിടിയിലായി. മണൽവയലിൽ റനീസാണ് പിടിയിലായത്. ആവശ്യപ്പെട്ട 1 ലക്ഷം രൂപ നൽകാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. നിഖിൽ പ്രമേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, പറയൂ വിവരങ്ങൾ. സ്മിത, ഗൾഫിൽ വിസിറ്റിംഗ് വിസയ്ക്കായി പോയ റനീസിന് അവിടെ കാര്യമായ ജോലി ലഭിച്ചിരുന്നില്ല. തിരികെ വരികയും കയ്യിൽ പണമില്ലാത്തതിനാൽ സഹോദരിയുടെ വീട്ടിലെത്തി അവരുടെ സ്വർണം അവരറിയാതെ എടുത്തുകൊണ്ട് പോവുകയും ഇത് വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ വിവരം അറിഞ്ഞ് സഹോദരിയും മാതാവും അടിവാരം പോലീസ് ഔട്ട് പോസ്റ്റിലെത്തി വിവരം അറിയിക്കുകയും ഈങ്ങാപ്പുഴയിൽ വിൽക്കാൻ കൊണ്ടുപോയ സ്വർണം പോലീസ് തിരിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായി റനീസ് എന്ന യുവാവ് വീട്ടിലെത്തി ഉമ്മയോട് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു. ഉമ്മയുടെ കയ്യിൽ ഈ പണം നൽകാനുണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇയാൾ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഈ മാതാവിനെ കുത്താൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർക്ക് നേരിയ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇവരിപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റനീസിനെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. റനീസിന്റെ സഹോദരൻ റമീസ് MDMA വിൽപ്പന നടത്തുന്നവരെ കുറിച്ച് പോലീസ് തയ്യാറാക്കിയ പട്ടികയിലുള്ള ആളാണ്. ഇയാളിൽ നിന്ന്, ഈ സഹോദരനിൽ നിന്ന് വാങ്ങിയ റനീസും MDMA ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ലഹരിക്കടിമപ്പെട്ട് മാതാവിനെ ആക്രമിച്ച ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.